എന്നോടൊപ്പം ഇറങ്ങിപ്പുറപ്പെടാൻ തീരുമാനിച്ച ആ നിമിഷത്തെ പഴിക്കുന്നുണ്ടാവും അല്ലേ? ഒന്നും വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ശ്രീകുമാർ IPSന്റെ ഭാര്യയാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുകയാണ് ഓരോ നിമിഷവും. ആ എന്നോടാണോ ശ്രീയേട്ടാ ഇങ്ങനെ? എന്താടാ നിന്റെ പേര്? പ്രവീൺ. പ്രവീൺ. നിന്റെയോ? ബാസിൽ. ബാസിൽ. എന്താണ് പേര്? പേരില്ലേ? ഏതാടി നീയൊക്കെ? പഠിക്കാനാണെന്ന പേരും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരും. പറഞ്ഞു കൊടുക്കടി SI സാറിനോട് പേരും വീട്ടുപേരും ഒക്കെ അങ്ങോട്ട്. സർ, അവരുടെ പാരന്റ്സ് വന്നിട്ടുണ്ട്. കുട്ടികളുടെ പാരന്റ്സ് വന്നിട്ടുണ്ട്. ശരി സർ. അയ്യോ സാറേ, എന്തായത്? അങ്ങോട്ട് മാറിക്ക്. അയ്യോ സാറേ, എന്റെ മോള്. മോളും മോനൊന്നും ഇവിടെയല്ല, അങ്ങ് വീട്ടില്. ഇത് സ്ഥലം വേറെയാ. അങ്ങോട്ട് മാറിക്ക്. സാറേ, ഞങ്ങളെയൊക്കെ മക്കൾ ചെയ്ത കുറ്റം എന്താണ് സാർ? അത് പറ. ഒരുപാട് തിരക്കിനിടയിൽ നിന്ന് ഓടി വന്നതാ സാറേ. അതേടോ, താനൊക്കെ തിരക്കിലായിരിക്കും എനിക്കറിയാം. എന്തിനു വേണ്ടിയിട്ടാ, ആർക്ക് വേണ്ടിയിട്ടാ താനൊക്കെ ഈ തിരക്കുണ്ടാക്കി അഭിനയിക്കുന്നത്? മക്കളെ ഉണ്ടാക്കിയിട്ടാ മാത്രം പോരാ, അവരെ നേരം വേണം, നോക്കുക കൂടി വേണം. തന്റെ മോനോ മോളോ ആരാ ഇതിലുള്ളത്? ആരാന്ന് വെച്ചാ വിളിക്ക്. സാർ, മോനാ ആ നീല ഷർട്ട് ഇട്ട. നീല ഷർട്ടോ? ഇങ്ങോട്ട് മാറിക്കടാ. ആരാടാ നിന്റെ കൂടെ? വേറെ ആളുണ്ടല്ലോ. എന്താണ് നിന്റെ പേര്? ആഷിഖ്. നിന്റെ അച്ഛനെവിടെ? ഞാനാണ് സാറേ. ഇവര് ചെയ്ത കുറ്റം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? മോഷ്ടിച്ച ബൈക്ക് വിൽക്കാൻ ശ്രമിച്ചു. ഈ സിറ്റിയിൽ നടന്ന നിരവധി മോഷണ കേസുകളിൽ ഇവർക്ക് പങ്കുണ്ടെന്ന് ഇവർ സമ്മതിച്ചു കഴിഞ്ഞു. മുലപ്പാലിന്റെ മണം മാറാത്ത ഇവർ ചെയ്ത തെറ്റെന്താണെന്നറിയോ? പരസ്യമായ മദ്യപാനത്തിന് പുറമെ കൂട്ടിന് കഞ്ചാവും. അതെവിടെ നിന്ന് കിട്ടി? ആര് തന്നു? അതിവര് പറയും, അല്ലെങ്കിൽ ഞാൻ പറയിപ്പിക്കും. പിന്നെ ഇവരാണ് കമിതാക്കൾ. പ്രണയ സല്ലാപങ്ങൾക്ക് ഇവര് കണ്ടെത്തിയ സ്ഥലം എന്ത് സംഭവിച്ചാലും പുറം ലോകമറിയാത്ത പാറമടയും. ട്രൗസറും കുപ്പായോട്ട് ബാഗും എടുത്ത് സ്കൂളിലേക്കാണെന്നും പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെടുന്ന മക്കള് അവിടെ എത്തുന്നുണ്ടോന്ന് ഇടയ്ക്കൊന്ന് അന്വേഷിക്കണം തിരക്കുള്ള അച്ഛനമ്മമാര്. കേട്ടോ? കണ്ടില്ലേ, ചൂടുമാറാത്ത 2000-ന്റെ പുതിയ നോട്ട്. 9ാം ക്ലാസ് പഠിക്കുന്ന 14 വയസ്സ് മാത്രം പ്രായമുള്ള ഇവരുടെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതായത്. സ്കൂളിൽ നിന്നും ഇവരുടെ വീട്ടിലേക്കുള്ള ദൂരം വെറും 2 കിലോമീറ്റർ. ബസ്സിന് കൊടുക്കേണ്ട ചാർജോ വെറും 2 രൂപ. ഇനി പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കാശ്, അതിന് പരിധിയുണ്ട്, പരിമിതികളുണ്ട്. പിന്നെ എവിടുന്ന് കിട്ടി ഇവർക്ക് ഇത്രയും കാശ്? ആര് കൊടുത്തു? എന്തിന്? അതിനുത്തരം നിങ്ങൾ പറയണം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികള് സ്കൂളിൽ എത്തുന്നുണ്ടോ? അതല്ല, അവരെങ്ങോട്ടാണ് പോകുന്നത്? ഇതൊക്കെ അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വവും കടമയും അച്ഛനമ്മമാരായ നിങ്ങൾക്ക് മാത്രമാണ്. മണിക്കൂറുകളോളം
TV സീരിയലുകൾ കണ്ടിരുന്ന് ചാനലുകളിൽ നിന്ന് ചാനലുകളിലേക്ക് മാറി മാറി പോകുമ്പോ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. തങ്ങളുടെ മക്കള് അടച്ചിട്ട മുറികളിൽ ഇരുന്നുകൊണ്ട് പഠിക്കുന്ന പേരും പറഞ്ഞ് ചാറ്റ് ചെയ്യുകയാണോ അതോ ജനിപ്പിച്ച തന്തയും തള്ളയെയും ചീറ്റ് ചെയ്യുകയാണോ? എല്ലാത്തിനുള്ള പണി ഞാൻ തരും. സാർ എന്താടോ? സാറേ, ഈ പിള്ളേര് പഠിക്കുന്ന സ്കൂളിലെ മാനേജ്മെന്റ് കമ്മിറ്റിയിലുള്ള 2 പേര് കാണാൻ വന്നിട്ടുണ്ട്. വിളിക്കട്ടെ സാറേ? വരാൻ പറയും. ഇരിക്കൂ. എന്ത് വേണം? സർ, ഞങ്ങൾ ഈ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും വരികയാണ്. സ്കൂളിന്റെ സൽപ്പേരിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് സാർ ഞങ്ങൾ ഇവിടെ വന്നത്. നിങ്ങൾ വന്നതുകൊണ്ട് എന്താ പ്രയോജനം? അല്ല സർ, നമുക്കിതാരും അറിയാതെ ഒതുക്കി തീർത്തൂടെ? നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാർ ആവശ്യപ്പെടുന്നത് എന്തും തരാൻ ഞങ്ങൾ തയ്യാറാണ്. എന്തും തരും നിങ്ങൾ. പഠിക്കുന്ന എല്ലാ വിഷയത്തിനും A+. കലാകായിക മത്സരങ്ങളിൽ 1-ാം സ്ഥാനം. 10ാം ക്ലാസ്സുകാരനായ വിഷ്ണുപ്രസാദ് ലഹരി മരുന്നിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തിട്ട് വർഷം 2 കഴിഞ്ഞു. നിങ്ങളത് മറന്നു കാണാൻ വഴിയില്ല അല്ലേ? അവൻ പഠിച്ചതും നിങ്ങൾ പറഞ്ഞ അതേ സ്കൂളിലാണ്. ഒരേ ഒരു മകന്റെ വേർപാടിൽ കണ്ണീരുണങ്ങാത്ത കണ്ണുമായി മനസ്സിന്റെ സമനില തെറ്റിയ 2 ആത്മാക്കളുണ്ട് അവന്റെ വീട്ടിൽ. ആവശ്യപ്പെടുന്ന എന്തും തരുമോ നിങ്ങൾ? കഴിയോ നിങ്ങൾക്ക് അവരുടെ മകനെ തിരിച്ചു കൊടുക്കാൻ? കഴിയില്ല അല്ലേ? സ്ഥലം എസ്ഐയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നൊരൊറ്റ കാരണം മതി 2 എണ്ണത്തിനെ പിടിച്ചകത്തിടാൻ. എന്താ വേണോ? 2 പേരും എഴുന്നേറ്റ് സ്ഥലം വിട്. പിന്നെ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. മറ്റു കുട്ടികൾക്ക് ഇവരൊക്കെ ഒരു പാഠമാവണം. ഇവർക്കുള്ള ശിക്ഷ കോടതി കൊടുക്കും. എന്നാ പിന്നെ പോവല്ലേ സാറന്മാർ ചെല്ല്. അപ്പൊ സാറിന് മര്യാദയുടെ ഭാഷ മനസ്സിലാവില്ലല്ലേ? വേണ്ട, ഞങ്ങളുടെ പൊളിറ്റിക്കൽ ബന്ധം അങ്ങ് തലസ്ഥാനം വരെ നീണ്ടു കിടക്കുക. അത് സാറിന് അറിയാത്തോണ്ടാ. സാരല്ല, അധികം വൈകാതെ തന്നെ അത് മനസ്സിലാക്കി തരാം. നീയൊക്കെ എന്തുണ്ടാക്കാനാണോ? കൂടിപ്പോയാൽ ഒരു ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ, അത് ഞാൻ പ്രതീക്ഷിക്കുന്നതാ. അതിനപ്പുറം നീയും നിന്റെ കൊടികുത്തിയോമാരും ഒരു പുണ്ണാക്ക് ജയിലിടോ. ഇറങ്ങി പോടോ അവിടുന്ന്. പോടോ. കുറ്റാരോപിതരായ കുട്ടികളെ സെക്ഷൻ 379 ഓഫ് IPC, 392 ഓഫ് IPC, 20B ക്ലോസ് 2 ഓഫ് NDCS ആക്ട് പ്രകാരം കുറ്റക്കാരാണെന്ന് ഈ ബോർഡ് കണ്ടെത്തിയിരിക്കുന്നു. ആയതിനാൽ ഈ കുട്ടികൾക്ക് ശക്തിയായി താക്കീത് നൽകുവാനും ഗ്രൂപ്പ് കൗൺസിലിംഗിന് വിധേയരാക്കുവാനും കമ്മ്യൂണിറ്റി സർവീസ്, മറ്റേതെങ്കിലും സാമൂഹിക നീതി വകുപ്പ് സേവനത്തിനും നല്ല നടപ്പിനും ഈ ബോർഡ് ഉത്തരവിടുന്നു. സെക്ഷൻ 376 വകുപ്പ് പ്രകാരം കുറ്റാരോപിതരായ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ഈ നിയമമനുസരിച്ച് പരമാവധി ശിക്ഷ 3 വർഷത്തേക്കും സ്പെഷ്യൽ ഹോമിലേക്ക് അയക്കുവാനും റീഫോർമാറ്റീവ് സർവീസിനും ഉത്തരവിടുന്നു. സർ, സോറി മിസ്റ്റർ ശ്രീകുമാർ. ഒരു ട്രാൻസ്ഫർ അത് ഞാൻ പ്രതീക്ഷിച്ചാണ് സർ. നമുക്ക് ചെയ്യാൻ കഴിയുന്നതിനൊക്കെ പരിമിതികളില്ലേ? എല്ലാം മുകളിൽ നിന്നുള്ള തീരുമാനമല്ലേ? പക്ഷെ ഇപ്രാവശ്യം കാസർഗോഡുള്ള ബന്തെടുക്കയിലേക്കാടോ തന്റെ ട്രാൻസ്ഫർ? നാട് നന്നാക്കാൻ തൊപ്പിയും ബെൽറ്റും മുറുക്കി ഇറങ്ങി പുറപ്പെട്ടല്ലേ സാർ? അനുഭവിക്കന്നെ. ഓക്കെ സാർ. ആളിറങ്ങാനുണ്ടാ? സ്ഥലത്തി പെട്ടെന്നിറങ്ങേ. ഒന്നും ഇങ്ങോട്ട് ഇറങ്ങി പെങ്ങളെ.
ശ്രീകുമാർ IPS എന്ന പോലീസ് ഓഫീസറുടെ ദൗത്യം ഇവിടെ അവസാനിക്കുന്നില്ല. പക്ഷേ നിരപരാധിത്വത്തിന്റെ കണ്ണുനീര് വീണ ഈ ഭാരതഭൂമിയിൽ 1000 ശ്രീകുമാർമാർ വന്നുപോയാലും നമ്മുടെ നാടിന്റെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മാറ്റം വരാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒന്നും.